കേരളത്തിലേക്ക് വന്നാൽ എന്താണ് ഫെബ്രുവരി 9 വൈകുന്നേരം മുതൽ കേരളത്തിൽ സംഭവിച്ചത്? ആയുധധാരികളായ ചില അപരിചിതരെ കണ്ടു എന്നതാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നതിന്റെ തുടക്കം. അവർ ഞങ്ങളോട് പറയുന്നു നക്സലാണെന്ന് പറയുന്നു. ആയുധങ്ങൾ തോക്ക്. യഥാർത്ഥത്തിൽ ഇത് മാവോയിസ്റ്റുകളായിരുന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആയുധങ്ങൾ ധരിച്ചവരായിരുന്നോ, അല്ലെങ്കിൽ ആയുധങ്ങൾ തന്നെ ആയിരുന്നോ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ അന്നു മുതൽ തന്നെ വളരെ അവ്യക്തത നിലനിൽക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയായ രാഹുൽ നായരെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചേർന്ന് സമീപിക്കുന്നു. ഇത് മാവോയിസ്റ്റുകളാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു. പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യുന്ന ഒരു മോഡസ് ആയതുകൊണ്ട് തന്നെ അത് ഈ മേഖലയിൽ തന്നെ ഉണ്ട്, ഇപ്പോഴുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ കടന്നുപോയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തണ്ടർ ബോൾട്ടിൻ്റെ സംഘം വരുന്നു. അതോടൊപ്പം തന്നെ കർണാടക പോലീസിൻ്റെ പ്രത്യേക സംഘം വരുന്നു. ആൻറ്റി നക്സൽ കോപ്പ് വരുന്നു. കർണാടക പോലീസിൽ പ്രത്യേകം പരിശീലനം ലഭിച്ച ആൾക്കാർ വരുന്നു. കേരള പോലീസിൻ്റെ പ്രത്യേക സംഘങ്ങൾ വരുന്നു. പ്രത്യേക സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മുണ്ടേരിയിലെ ആദിവാസി യുവാവും മരുതയിലെ വീട്ടമ്മയും അപ്പൻകാപ്പ് കോളനിയിലെ എസ്റ്റേറ്റ് മാനേജർ നൽകിയ മൊഴിയായിരുന്നു പോലീസിന് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾക്ക് കാരണം. തുടർന്ന് പോലീസ് വിവിധ രീതിയിൽ തിരച്ചിൽ നടത്തി. തണ്ടർ ബോൾട്ടിനെ കൊണ്ടുവന്ന് തിരച്ചിൽ നടത്തി. രേഖാചിത്രം തയ്യാറാക്കി. തിരുനെല്ലി മേഖലയിലെ വനമേഖലകളിലായിരുന്നു ആദ്യമായി തണ്ടർ ബോൾട്ടിൻ്റെ തെരച്ചിൽ. ഈ ദിവസങ്ങളിൽ വയനാട്ടിൽ ഉണ്ടായത് ഒരു ഭീതിജനകമായ അന്തരീക്ഷമാണ് എന്ന് വേണം പറയാൻ. ഫെബ്രുവരി 14 CPIML പ്രവർത്തകനായ ഗോപാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ 3 പോരാട്ടം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ലഘുലേഖ അച്ചടിച്ച മാനന്തവാടി കോഴിക്കോട് റോഡിലെ എക്സ്പ്രസ് എന്ന പേരുള്ള പ്രസ് പോലീസ് അടച്ചുപൂട്ടുകയും ചെയ്തു. മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള വേട്ട എന്ന് പറഞ്ഞ് ഇത്രയും ദിവസം ഇത്രയും വലിയ ഫോഴ്സിനെ കേരള കർണാടക അതിർത്തിയിലുള്ള കാടുകളിൽ മുഴുവൻ വിന്യസിച്ചത്, പരിശോധിച്ചത്? ഇവർ എന്താണ് പരിശോധിച്ചത്? മാവോയിസ്റ്റ് സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എല്ലാ അന്വേഷണവും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയുമാണ്. പൊളിറ്റിക്കൽ കൺട്രോൾ ഇല്ലാത്തതിൻ്റെ ഭാഗമായി കേരള പോലീസിന് പറ്റിയ ഒരു ആന മണ്ടത്തരമാണ് ഇപ്പോൾ കഴിഞ്ഞ സംഭവം. നക്സലൈറ്റ്സ് ഹാവ് അച്ചീവ്ഡ് വാട്ട് ദേ വാണ്ടഡ്. അവർ ആഗ്രഹിച്ചത് എല്ലാവരും നടത്തിക്കഴിഞ്ഞു. ഈ ചർച്ചയടക്കം നക്സലൈറ്റുകൾ ഇതാ വരുന്നു, നിങ്ങളെ കാണുന്നു, എടാ എവിടെടാ നക്സലൈറ്റ് എന്ന് അവനോട് ചോദിക്കുന്നു. ആർമി കാട്ടിലേക്ക് ഭയങ്കര ആയുധങ്ങളുമായിട്ട് ഈ കാടിൻ്റെ ഇതിൻ്റെ ഇടയിൽ താമസിക്കുന്ന ആദിവാസികളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശരിക്ക് പറഞ്ഞാൽ ഒരു തുള്ളി ചോര ചിന്താതെ, ഒരു നയാ പൈസ ചിലവാക്കാതെ അവരുടെ കൊച്ചു ലഘുലേഖയെല്ലാം മാതൃഭൂമി അച്ചടിച്ച് അയ്യടാ അവരിരുന്ന് പാൽപ്പായസം കുടിക്കുന്ന പോലെ രുചിച്ച് പറയുന്ന കാർഷിക മാർക്കസിനെ പോലുള്ള എഴുത്തുകാരുണ്ടായിരുന്നെങ്കിൽ ഇതിനെ വെച്ചിട്ട് വളരെ ഭംഗിയായ നോവൽ ഉണ്ടാക്കുമായിരുന്നു. കാരണം കണ്ണൂർ കണ്ട മാവോയിസ്റ്റിനെ 48 മണിക്കൂറിനകം നിലമ്പൂർ കണ്ടു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ഹെലികോപ്റ്റർ പിടിച്ചു പോയാൽ പോലും പോകാൻ പറ്റും. ഈ പോലീസ് സേനയ്ക്ക് ഇതിൽപ്പരൊരു നാണക്കേടുണ്ടോ? എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താ ഈ നാണക്കേടെന്ന് പറയുന്നത്? പോലീസിൻ്റെ നാച്ചുറൽ റിയാക്ഷനാണ്. ഹൗ ഫാർ ഈസ് ദ ത്രെറ്റ്, ഹൗ സീരിയസ് ദ ത്രെറ്റ് എന്നൊക്കെ അവർ തീരുമാനിക്കുക, ഓപ്പറേഷൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിസ്സംഗതമായിട്ടിരിക്കാൻ സ്റ്റേറ്റിന് കഴിയില്ല. സ്റ്റേറ്റ് റെസ്പോണ്ട്. പക്ഷേ മാവോയിസ്റ്റ് എന്ന് പറയുന്ന പദം അത് ഉപയോഗിക്കാൻ പറ്റുമോ? അല്ലെ പറഞ്ഞോട്ടെ, ആ ഇൻഫർമേഷൻ മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ കഴിയുമോ അവർക്ക്? യഥാർത്ഥത്തിൽ മാവോയിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതാണോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാൻ ഈ കാര്യങ്ങൾക്കെതിരല്ല, ഇത് ചെയ്യേണ്ട രീതി കുറച്ചുകൂടി ഗുപ്തമായിട്ടാകേണ്ടിയിരുന്നു. അതാണ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. ഇവിടെ ഒഫീഷ്യലി ഇപ്പം നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹോം അഫയേഴ്സ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഓൺ റെക്കോർഡ് സെയിങ് കേരളത്തിലെ മാവോയിസ്റ്റുകളുടെ പ്രസൻസ് ഉള്ളതായിട്ട് അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് യാതൊരു വിവരവും. പക്ഷേ അതിനു മുൻപ് സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഉണ്ട്, അതിൽ രൂപേഷുമുണ്ട്. ഞങ്ങളോട് പറഞ്ഞു, മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു, നമുക്ക് കിട്ടിയിരിക്കുന്ന സൂചന അനുസരിച്ച് ഒരു മലയാളി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശ്രീ തിരുവഞ്ചൂർ, രൂപേഷ് എന്ന് പറയുന്ന മലയാളിയാണോ? അതെ. അദ്ദേഹത്തിന്റെ കേന്ദ്ര ഇന്റലിജൻസ് കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ കൂടുതലായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തെങ്കിലും ഇൻപുട്ട് കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ദൈവം നക്സലൈറ്റുകളുടെ കൂടെയാണ്, അതുകൊണ്ടാണ് ഇത്ര ഒരു മണ്ടത്തരം നിങ്ങൾ കാണിച്ചത്. അല്ല, പിന്നെ ഈ പറയുന്ന മീഡിയയെ ബോധപൂർവം ഫിയറിന് വേണ്ടി മീഡിയ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ വളരെ കൃത്യമായിട്ട് അത് മീഡിയക്കാർ കൂടെ കോൺഷ്യസ് ആവേണ്ട കാര്യം. അവരെ മൂടിക്കിടന്നിരുന്ന ചാരം ഇപ്പം എൻ്റെ മനസ്സിൽ പോലും അറിയാതെ വീണ്ടും ഒന്ന് ആയാൽ എന്താ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ
കനലിൻ്റെ പുറത്ത് മൂടിക്കിടന്നിരുന്ന ചാരമൊക്കെ അങ്ങ് മാറ്റി. ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങൾ പണ്ട് പുൽപ്പള്ളി ആക്രമിക്കാൻ ഞങ്ങളത് വെറും വിവരക്കേട്. പഴയ അജിതയും ഫിലിപ്പം പ്രസാദും നടത്തിയ നക്സലേറ്റ് പ്രസ്ഥാനവും ഇപ്പോഴത്തെ നക്സലേറ്റ് പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധവുമില്ല. വലിയ പ്ലാനിങ്ങും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പോലുള്ള സ്വന്തമായ ബഡ്ജറ്റും ഒക്കെയുള്ള വലിയ ആൾക്കാർ. ഞങ്ങൾ ഈ ഉടുപ്പിൻ്റെ വീട്ടിൽ കിടന്ന 100 രൂപ എടുത്തിട്ടാണ് അതുകൊണ്ട് ഞങ്ങളെ അവരെയും കൂടി കൂട്ടിക്കുഴച്ച് അവരെ വഷളാക്കരുത്, ഞങ്ങളെയും മഹാന്മാരാക്കരുത്. യഥാർത്ഥത്തിൽ ആരാണ് ഈ നാട്ടിൽ പേടിക്കേണ്ടത്? മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഭൂമിയിൽ മനുഷ്യർ രണ്ടായി വിഭജിക്കപ്പെടുന്നു. ഒന്നുകിൽ മാവോയിസ്റ്റുകൾ, അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ചാരന്മാർ. ചാരന്മാരെ മാവോയിസ്റ്റുകളും മാവോയിസ്റ്റുകളെ അന്വേഷണ ഏജൻസികളും നോട്ടമിടുമ്പോൾ ചെകുത്താനും കടലിനുമിടയ്ക്ക് കൊല്ലപ്പെടാതിരിക്കാൻ ഇവർക്ക് സ്വന്തം നാടും വീടും വിട്ടേ മതിയാകും. ഏഴ് ഗ്രാമവാസികളെ പോലീസ് കൊല്ലുകയും പിന്നൊരാളെ മാവോയിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ സ്വന്തം നാടും വീടും വിട്ട് ഓടിപ്പോന്നതാണ് സുപാം. അവിടെ തുടർന്നിരുന്നെങ്കിൽ അവർ എന്നെയും കൊന്നേനെ, സുപാം പറയുന്നു. എന്നും മാവോയിസ്റ്റുകൾ ആദിവാസി ഊരുകൾ ലക്ഷ്യം വയ്ക്കുന്നു. പിറകെ പോലീസും അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നുകയറുന്നു. അവരാണെങ്കിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആരുടെ മനുഷ്യാവകാശങ്ങളാണ് ലംഘിക്കപ്പെടുന്നത്? എന്താ പറയുന്ന ഒരു നേർരേഖ പോലെ പോകുന്നതും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതുപോലെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ വയനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കരാപ്പുഴ ഡാമിന് വേണ്ടി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കുറുമ സമുദായക്കാരാണ്. ഇപ്പം ചീക്കലിൽ എന്ന് പറഞ്ഞാൽ പുതിയ എയർപോർട്ട് ഉണ്ടാക്കാൻ പോകുന്ന അവിടുത്തെ 89 ആദിവാസി കുടുംബങ്ങളുണ്ട്. അവർക്ക് 10 ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നതാണ്. കരാപ്പുഴ ഡാമിന് വേണ്ടി എടുത്തിട്ട് അവരെ റീസെറ്റിൽ ചെയ്ത സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ എയർപോർട്ട് വരാൻ പോകുമ്പോഴത്തേക്ക് അവരെ വീണ്ടും അവിടെ നിന്ന് കുടിയിറക്കാൻ പോകുന്നു. ഇതിനകത്ത് എങ്ങോട്ട് പോകണം? കൂടുതൽ വലിയ ഫാക്ടറികൾ എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. ആരുടെ ഉടമസ്ഥതയെ വേണം? നക്സലൈറ്റുകളുടെ ഉടമസ്ഥതയെ വേണോ? ടാറ്റയുടെയും ബിർളയുടെയും ഉടമസ്ഥതയെ വേണോ? ഈ വളർന്നു വരാൻ പോകുന്ന പ്രചണ്ഡന്മാരുടെ ഉടമസ്ഥതയിൽ ഫാക്ടറികൾ നടത്തണം. കൺസ്ട്രക്റ്റീവായിട്ട് യാതൊരു കാഴ്ചപ്പാടും മാവോയിസ്റ്റുകൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും എന്നെ തല്ലിക്കൊന്നാലും അവർ പിടിച്ച് ജയിലിലിട്ടാലും എനിക്കിനി മാവോയിസ്റ്റ് ആവാൻ കഴിയില്ല. ഒന്നുകിൽ പോലീസ്, അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ. ജനം എന്ത് ചെയ്യണം? അങ്ങനെയൊന്നുള്ള ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ ഒന്നും ഇവിടെ ഇല്ല. ഒന്നുകിൽ പോലീസിൻ്റെ ഇവിടെ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ജനങ്ങളുടെ ചോയ്സ് ഈസ് സ്റ്റിൽ ദ ഡെമോക്രാറ്റിക് പ്രോസസ്, ദ പൊളിറ്റിക്കൽ പ്രോസസ്. പലായനം ചെയ്യേണ്ടി വരുന്ന ജനങ്ങൾ ഈ 2 ചോയ്സേ ഉള്ളെന്നുള്ള പൊസിഷനിലേക്ക് ഞാനില്ല. ശരി, മാവോയിസ്റ്റ് പേടിയുടെ ഈ കാലത്ത് കേരളത്തിലെ ഭരണകൂടത്തിന്റെ ഇടപെടലുകളിൽ എന്തെങ്കിലും മാറ്റം വന്നോ? സ്വപ്നേഷ് എന്ന് പറയുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള FIR ആണിത്. ഈ FIR-ൽ പറയുന്നത് പകൽ 2 മണിക്ക് എറണാകുളം ഷൺമുഖം റോഡിലെത്തിയ സമയം പെൻഡാമേനക ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻവശം ചുമരിൽ മർദ്ദിതരുടെ വിമോചന പോരാട്ടത്തെ കൂച്ചുവിലങ്ങിടാനുള്ള പടയൊരുക്കം ഭരണകൂടത്തിന്റെ വെറും വ്യാമോഹം മാത്രമാണ് എന്നെഴുതിയ പോസ്റ്റർ ഒരാൾ ഒട്ടിക്കുന്നതായി കാണപ്പെടുകയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. മർദ്ദിതർ വിമോചന പോരാട്ടം കൂച്ചുവിലങ്ങ് വ്യാമോഹം, ഇത്രയുമാണ് ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ മതി ഒരാൾ അറസ്റ്റ് ചെയ്യാൻ. FIR രജിസ്റ്റർ ആണെങ്കിൽ നിലവിലിരിക്കുന്ന നിയമത്തിന്റെ ഒരു കോഗ്നിറ്റീവ് സെക്ഷൻ അനുസരിച്ച് വേണം. അതാണ് സംശയം. ഈ കാലകാലങ്ങളിൽ എല്ലാ വർഷവും ഇവിടെ നടത്തുന്നതാണ് വർഗീസ് രക്തസാക്ഷി ദിനം. ഈ വർഷം ഇതിന്റെ ഭാഗമായി പോസ്റ്റർ കൈപിടിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഇത് മതിയോ? ഈ ഒരാളുടെ അറസ്റ്റ് അല്ലെന്നത് പ്രധാനമായി. ഈ ഒരാൾ മാത്രമല്ല വയനാട്ടിൽ ശ്രീ KP സേതുനാഥ്, ഇങ്ങനെ നമുക്ക് ലളിതവൽക്കരിച്ച ഈ FIR-ന് തള്ളിക്കളയാൻ പറ്റുമോ? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത വളരെ ദുർബലമാണെന്ന് ഞാൻ പറയും. ആ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങേയറ്റം ദുർബലമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സ്വപ്നേഷ്, വയനാട്ടിൽ ഷാൻഡോലാൽ, ഇങ്ങനെ 3-4 പേര്, അതായത് ഒരു പ്രസ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് വർഗീസിനെ ഇത് ഒരു മനുഷ്യർ ഒരു ലോക്കൽ വാർത്ത പോലും വരാതിരുന്ന കാലമാണിത്.
അങ്ങനെയുള്ളൊരു അടിക്കുന്ന ഒരു പ്രസ്സിനെ സീൽ ചെയ്യുന്നു. ആരിതിന് അധികാരം കൊടുത്തു? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിന് ഉത്തരം പറയൂ. വയനാട്ടിൽ അറസ്റ്റ് ചെയ്തവരുടെ കാര്യത്തിൽ സംഭവിച്ചത് അവർക്ക് ലോക്കൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുത്തിട്ട് പോലീസ് പോയിട്ട് ജില്ലാ കോടതിയിൽ നിന്ന് അതിനെതിരെ സ്റ്റേ മേടിച്ചിരിക്കും. ഞാൻ പറയുന്നത് ഈ ഒരു ഫിയർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള പോലീസ് പവർ ഉപയോഗിക്കും. എന്റെ സംശയം ഡോക്ടർ പി.ജെ. അലക്സാണ്ടർ പറയുന്നത് പോലെ ഇതിങ്ങനെയാണ് FIR ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആണ് ഇടുക, അതിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണോ? നമുക്ക് അത്രയും ലളിതമല്ല. ഞാൻ പറഞ്ഞ അതല്ല, ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത് ലീസ് ചിനോക്കോസ് ആണ്. അത്രയും ചെയ്തല്ലോ. ഇവനെ ആരും അറിയാതെ വേറൊരു കൊച്ചു സംഭവം പറയാം. കുറച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെയും ചെയ്യാൻ കഴിയും. ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, എത്രയോ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ നടക്കാം. ഇദ്ദേഹം തന്നെ മണ്ണാർക്കാട് ബസ് സ്റ്റേഷനിൽ 2 ദിവസം നിന്നു. ഞാൻ അറസ്റ്റ് ചെയ്തില്ല, എനിക്ക് അയാളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു ഒന്ന്. അല്ല, മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ഒരു 10 മിനിറ്റ് അപ്പോൾ ഞാൻ ചോദിച്ചു, പഠിക്കലിനോട് ചോദിച്ചു, ഇടോ അവിടെ നിൽക്കുന്നുണ്ട് ഇയാൾ എന്താണ്? എനിക്ക് ആവശ്യമുള്ള ആളാണ്. യു ലീവ് ഓഫ്. ഇതൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. കേരളത്തിലെ നക്സലൈറ്റ് മൂവ്മെന്റിനെ നേരിടാൻ ഇപ്പോൾ ചെയ്യേണ്ട അടിയന്തര കാര്യം ഉടനടി 3 മാസം കൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ ആദിവാസികൾക്ക് ഭൂമി കൊടുത്തുകൂടാ? അതെ, അത് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഇല്ലാതെ ഒരുപാട് വർത്തമാനം പറഞ്ഞിട്ട് ആക്ട് ന്യായം. പട്ടിണിയിലാണ് ആദിവാസികൾ, കടുത്ത പട്ടിണിയിലാണ്. ഇടയ്ക്കൊരു വെടി പൊട്ടുന്നത് നല്ലതാണോ? അല്ല, അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഞാൻ ഭാഗത്തേക്ക് വരാത്ത കാരണം എനിക്ക് ഇടയ്ക്കൊരു പൊട്ടിത്തെറി നല്ലതാണോ? 2 തിന്മ ഒരു നന്മ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ തിന്മയുടെ ഭാഗത്ത് നിൽക്കല്ല. സോഷ്യൽ സെൻസിറ്റൈസേഷന്റെ ഭാഗമായി ഒരു വെടി പൊട്ടിയാൽ അത് ചീത്താന്ന് എങ്ങനെ പറയും? അല്ല, അത് അധികാരം ഉപയോഗിക്കുന്നവരൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മുടെ നീതിബോധത്തിന്റെയും നമ്മുടെ ജനാധിപത്യവൽക്കരണത്തിന്റെയും ഭാഗമായിട്ട് അനിവാര്യമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. വേറെ കാര്യമൊന്നുമില്ല. വല്ല ചുണക്കുട്ടന്മാരും ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ, ഞാൻ തടസ്സവും നിൽക്കാൻ പോകുന്നു. വളരെ നന്ദി ശ്രീ ഫിലിപ്പം പ്രസാദ്, സേതുനാഥ്, ഒപ്പം ശ്രീ P.J. അലക്സാണ്ടർ. മാവോ പോയിട്ട് മ്യാവു പോലുമില്ലാതെ ആ വേട്ട അവസാനിച്ചു. ഇനി ഏതെങ്കിലും ഒരു വക്കച്ചൻ ഒരു ആയുധധാരിയെ വീണ്ടും കാണുമ്പോൾ നമ്മൾ എല്ലാം ആദ്യം മുതൽ തുടങ്ങും. അന്നും വാർത്ത കൊടുക്കും, അന്നും ഇതുപോലെ ചർച്ചകളും നടത്തും. പക്ഷേ ഈ ഭയം ഉൽപ്പാദിപ്പിക്കുന്നവർ അതിനിടെ തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തുകയും ചെയ്യും. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.